പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായ നീക്കും.
കർത്താവായ പരിശുദ്ധമായ മധ്യസ്ഥതയിൽ അവൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇടവയ്ക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിലെയും നാഥായിലേക്കും സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായിലേക്കും ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായിലേക്കും സഹോദരനെ, വെളിപാടിന്റെ പുസ്തകത്തിലുള്ള വായന അധ്യായം 21 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പുതിയ ആകാശവും പുതിയ ഭൂമി. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മേലുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. തിരുവചന കതിരുകളെയും വയലേലകളെയും
25 മുതലുള്ള തിരുവചനങ്ങൾ സുവിശേഷം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുക. പരിശുദ്ധ അമ്മയെ ഭവനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഈശോയെ സ്നേഹിക്കണം, അവരുടെ വചനത്തെ സ്നേഹിക്കണം, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കണം. സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, യേശുവിനെ ഏറ്റവും കഠോരമായ വേദനയുടെ നിമിഷങ്ങളിലാണ് ഈശോ തന്റെ അമ്മയെ ഓർക്കുക. താൻ സ്നേഹിക്കുന്ന ഏറ്റവും അധികം സ്നേഹിക്കുന്ന ശിഷ്യനെ ഓർക്കുക. പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് ഈശോ കുരിശുകിടന്ന് പിടഞ്ഞു മരിക്കാൻ നേരത്ത് പറയുകയാണ്, യോഹന്നാനെ താൻ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ എന്ന്. യോഹന്നാൻ നിൽക്കുക നമ്മെ ഓരോരുത്തരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ശിക്ഷകണത്തിലാണ്. ആ നിമിഷം തന്നെ പരിശുദ്ധ അമ്മയെ യോഹന്നാൻ സ്വഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നും സുവിശേഷം കൂട്ടിച്ചേർക്കുകയാണ്. പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കാം, ഈശോയെ സ്നേഹിച്ച് അവരുടെ വചനത്തെ ഉൾക്കൊണ്ട് യേശുവിന്റെ കുരിശരികെ അവരെ അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. സ്നേഹനാഥ, ഇടവകയിലെ ഓരോ കുടുംബത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുടുംബത്തിനകത്തുന്ന മദ്യ, മയക്കുമരുന്ന്, മാധ്യമങ്ങളുടെ തെറ്റായ ഉപയോഗം, മക്കളുടെ തെറ്റായ കൂട്ടുകെട്ടുകൾ, ഇവയിൽ നിന്ന് ഭവനങ്ങളെ സംരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഇടവകയിലെ യുവജനങ്ങളെ സമർപ്പിക്കുന്നു. പഠനത്തിനും ജോലിക്കുമായി വിദൂരത്തിലായിരിക്കുന്നവരെയും ജോലി തേടുന്നവരെയും വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്ത മക്കളെയും അങ്ങയുടെ കൃപദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഇടവകയാവുന്ന കുടുംബത്തെ നയിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ബിജുഅച്ഛനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അച്ഛനിലൂടെ ഇടവകയിലുള്ള എല്ലാവരെയും ഒന്നായി കൊണ്ടുപോകാനുള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയെ, ഇടവകയിൽ പ്രവർത്തിക്കുന്ന സന്യസ്തരെയും ഇവിടെ സേവനമനുഷ്ഠിച്ച് മാറിപ്പോയവരെയും ഇടവകയിൽ നിന്നുള്ള വൈദികരെയും സമർപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവധികം വേലക്കാരോ ചുരുക്കം എന്നരുൾ ചെയ്ത യേശുനാഥ, ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ധാരാളം ദൈവവിളികൾ ഉണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയെ, ഇടവകയിൽ രോഗികളായി കഴിയുന്നവരെ സമർപ്പിക്കുന്നു. വാർദ്ധക്യ സഹജമായ ഒറ്റപ്പെടലിനാലും വേദനയാലും വേദനിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അങ്ങേ സൗഖ്യദായകമായ കരുണീട്ടി സൗഖ്യപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, മരണമൂലം അങ്ങയുടെ സന്നിധാനത്തിലേക്ക് യാത്രയായവരെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഈ ദേവാലയം ഉണ്ടാകുവാൻ കാരണമായ ജോസഫ് അച്ഛനെ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ കൃപയാൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥാനേ, തന്റെ മാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴിയുകയേ.
പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാൻ ആവശ്യമായ സ്നേഹവും വിശ്വാസവും എന്നിൽ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നേരത്തെ പ്രത്യേകമാകുന്ന പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിഭാഗത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അവന്റെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഇടവകയുടെമേൽ അങ്ങനെ സമൃദ്ധമായ കൃപ ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിസ്സാരായ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും ആരാധകന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച അങ്ങനെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ എവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Hosanna, Hosanna.
വിളിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആരും തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും പിതൃക്ലാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെയും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതും
ചെയ്യാം. ശത്രുതയിൽ ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിട്ടുമാക്കാം. ഐക്യത്തോടുകൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കുന്ന നമ്മുടെ വിശ്വാസത്തോടുകൂടി അവതരിച്ച് അപേക്ഷിക്കാം. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പാപത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ മനുഷ്യരും എല്ലാ സമയവും അവിടുത്തെ കൃപയിൽ കാരണവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന വിശ്വസിക്കാനുള്ള പാപനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. വിശ്വാസിയുടെ തൂക്കം അപ്പത്തിൻ രൂപത്തിൽ വന്നൻ സക്രാരി തന്നിതായി വാണിടരെ സ്നേഹനാഥ പൂർത്തിരൂപ ഈ ബലിവേദിയിതാ ഒരുങ്ങി ഇനിയും വൈകരുതേ. പുണ്യപാവനമാം തിരുവോസ്തി
പകർന്നിടും സ്നേഹഭോജ്യം ജീവൻ പകർന്നിടും സ്നേഹഭോജ്യം ഭോജനമായി നീ മാറും നേരമിതെത്രയോ ധന്യം അങ്ങേ ഉൾക്കൊള്ളാനെ മനമൊരുക്കിയിടം ഞാൻ വന്നു വാഴേണമേ ഹൃത്തിലെന്നും പരിശുദ്ധമായ കൃപാകൃതാൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായുധ ദൈവമായ യേശുവിനെ സമീപിച്ച് വേദപങ്കുകളെ അവതരപ്പെട്ട് നമുക്കിടാം ഇവിടെ ദാതാവായ യേശുവിനെ സ്തുതിയുടെ സമർപ്പിക്കാം. ദൈവമേ, സുഖവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ ഘനങ്ങളുടെ മോചനത്തിനായ കാരുണ്യപോലെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിലെയും നാഥായി നീക്കും മനുഷ്യവർഗത്തിൽ പ്രത്യാശിയായ മിശിഹായി സുഖവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിലെയും നാഥായി നീക്കും പാവന
അങ്ങയുടെ വിശുദ്ധമായ ശരീരത്തെ ക്രൂശിൽ തറയ്ക്കുന്ന അവരുടെ കുരിശ്